പാളയത്തെ ഗണപതി ക്ഷേത്രത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പ്രജിത് മോഹനാണ് അവിടെ നമുക്ക് ഇങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ തരാൻ തയ്യാറായി നിൽക്കുന്നത്. പ്രജിത്, നമസ്തേ. വിനായക ചതുർത്ഥി ആശംസകൾ നേരുന്നു. പാളയം ഗണപതി ക്ഷേത്രം ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ നിരവധി ഇടങ്ങളിലൂടെയാണ് പാളയത്തേക്ക് എത്തിയത്. ഇവിടത്തെയും ഗണപതി ക്ഷേത്രം പ്രസിദ്ധമാണ്. പ്രത്യേക വിശേഷങ്ങളൊക്കെ പറയേണ്ടതുണ്ട്, അല്ലെങ്കിൽ പറയാനുണ്ട് പ്രജിത്തിനെന്ന് അറിയാം. നേരത്തെ പറഞ്ഞതുപോലെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിലൂടെ പോകുന്ന വാഹനങ്ങൾ ഇതുവഴിയും പോകാറുണ്ട്. അപ്പോൾ ശരിക്കും നിരത്തിന് സമീപം, തിരക്കേറിയ നിരത്തിന് സമീപം ഗണപതി ക്ഷേത്രം അത് പാളയത്തുണ്ട്. അവിടെ ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ അടുത്ത കാലത്താണ് നടന്നത്. പറയൂ. ഇരുവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ. ഈ പാളയം ഗണപതി ക്ഷേത്രത്തിൻ്റെ ഒരു പഴമയും പാരമ്പര്യവും ഒക്കെ എന്ന് പറയുന്നത് ഏതാണ്ട് തിരുവിതാംകൂറിൻ്റെ പഴയ നായർ ബ്രിഗേഡിൻ്റെയൊക്കെ കാലം മുതലുണ്ട്. അവർ ആരാധിച്ചിരുന്ന ഗണപതി വിഗ്രഹം തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം മാറ്റുന്ന സമയത്ത് അത് പാളയത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ച പൂജകൾ നടത്തുന്നതിൻ്റെയൊക്കെ ഒരു ചരിത്രം അതിലുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ പാളയം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ കേരളത്തിൻ്റെയൊക്കെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ടൊക്കെ നമ്മൾ എക്കാലത്തും പറയാറുണ്ടായിരുന്നു. അങ്ങനെ പറയുമ്പോൾ തന്നെ മുസ്ലിം ദേവാലയവും ക്രിസ്ത്യൻ ദേവാലയവും അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈന്ദവ ദേവാലയവും ഒരേ അടുപ്പ് കൂട്ടിയതുപോലെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് പാളയം. പക്ഷേ അടുത്ത കാലം വരെ അതിന് ആ ഒരു പ്രൗഢിയോടെ, ആ ഹൈന്ദവ ദേവാലയത്തിന് ആ ഒരു പ്രൗഢിയോടെ നമ്മൾ കണ്ടിരുന്നില്ല എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അതിനൊരു പുതിയ മുഖച്ഛായ വന്നിരിക്കുന്നു. തിരുവനന്തപുരത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലല്ല, ഒത്ത നടുക്ക് തന്നെ പ്രൗഢിയോടെ ഇപ്പോൾ ശക്തി വിനായകൻ ഇരിക്കുന്ന കാഴ്ച അത് നമുക്കിപ്പോൾ പാളയത്ത് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഗണപതി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത് ശക്തി വിനായകനാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് അടുത്ത കാലത്ത് ഉദയസമുദ്ര ഗ്രൂപ്പ് MD ചെങ്കൽ രാജശേഖരൻ നായരുടെ നേതൃത്വത്തിൽ ഇതിനൊരു അലങ്കാര ഗോപുരം സ്ഥാപിക്കുകയും അതിൽ വളരെ പ്രൗഢിയോടെ തന്നെ മുംബൈയിലെ ലാൽബാഗ് ചരാജ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഭാരതത്തിലെ മുഴുവൻ ഈ വിനായക ചതുർത്ഥി ആഘോഷങ്ങളുടെയൊക്കെ ഒരു മുഖമായ 90 വർഷങ്ങളോളം പഴക്കമുള്ള ഒരു തുടർച്ചയായി വന്നിരുന്ന ആഘോഷങ്ങളുടെയൊക്കെ മുഖമായി നിന്ന ലാൽബാഗ് ചരാജ എന്ന് പറയുന്ന ആ ഗണപതി വിഗ്രഹത്തെ അതേപോലെ ഏതാണ്ട് 50 അടി ഉയരമുള്ളൊരു ഗോപുരവും ആ ഗോപുരത്തിൽ 18 അടി ഉയരമുള്ള ഒരു ഗണപതി വിഗ്രഹവും ഒക്കെ സ്ഥാപിച്ചാണ് അത്തരത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറ്റിയെടുത്തത്. ശംഖചക്ര ഗദാധാരിയായിട്ടുള്ള ഗണപതി വിഗ്രഹം അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി അതിങ്ങനെ ഇപ്പോൾ പാളയത്ത് ഇരിപ്പുണ്ട്. പണ്ട് ഏതോ ഒരു ക്ഷേത്രം എവിടെയെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഒന്ന് ഭൂതക്കണ്ണാടിയൊക്കെ വെച്ച് നോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു പാളയത്ത്. പക്ഷേ ഇപ്പോൾ അതില്ല. പ്രൗഢിയോടും കൂടിയ ഗണപതി വിഗ്രഹവും ആ ക്ഷേത്രവും ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ ആ മുഖത്ത് കൂടുതൽ തിളക്കത്തോടെ ഇപ്പോൾ ഗണപതി ഭഗവാൻ ഇരിപ്പുറപ്പിച്ചു എന്നുള്ളതാണ് ആ വിഗ്രഹത്തിൻ്റെ ദൃശ്യങ്ങൾ. ആ വിഗ്രഹത്തിൻ്റെയും അതോടൊപ്പം തന്നെ ആ ഗോപുരത്തിലെ വിഗ്രഹത്തിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും രാവിലെ മുതൽ തന്നെ ഭക്തരുടെ വലിയ തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകമായ പൂജകൾ, പ്രത്യേകിച്ച് ഇന്ന് വിനായക ചതുർത്ഥി ആയതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പൂജകൾ ക്ഷേത്രത്തിലുണ്ട്. അന്നദാനമൊക്കെ ഉണ്ട്. സാധാരണയിൽ കവിഞ്ഞ് കൂടുതൽ ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇത് പ്രത്യേക വിശേഷാൽ അഷ്ടദേവി ഗണപതി ഹോമം, പ്രത്യേക ഉണ്ണിയപ്പവും അരവണ മോദകം പോലെയുള്ള വഴിപാടുകളുമൊക്കെ ഇന്ന് ഈ ക്ഷേത്രത്തിൽ അതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട്. വലിയ ചരിത്രമുള്ള, അല്ലെങ്കിൽ ഏതാണ്ട് തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള ഒരു ഗണപതി വിഗ്രഹ പ്രതിഷ്ഠയും ശക്തിവിനായക പ്രതിഷ്ഠയും അതിന് പുതിയ കാലത്തിന് ചേരുന്ന രീതിയിൽ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രൗഢി നിലനിർത്തുന്ന രീതിയിൽ ഒരു പുതിയ അലങ്കാര ഗോപുരമായി മാറിയിരിക്കുന്നു. അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ പ്രധാന ലാൻഡ്മാർക്കുകളിൽ ഒന്നായി എടുത്തു കാണിക്കേണ്ട മുഖങ്ങളിൽ ഒന്നായി പാളയം ശക്തിവിനായക ക്ഷേത്രം മാറി എന്നുള്ളതാണ് ഈ വിനായക ചതുർത്ഥി ദിനത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത്. രാവിലത്തെ ഈ ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നതിന് മുൻപിവിടെ ഇപ്പോൾ കുറച്ച് ലൈറ്റൊക്കെ വന്ന് സൂര്യനൊക്കെ വന്നതുകൂടിയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി വളരെ മനോഹരമാകുന്ന രീതിയിൽ ഇവിടുത്തെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. രാവിലെ നമുക്കത് കാണാൻ കഴിയുമായിരുന്നു. എന്തായാലും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ക്ഷേത്രത്തിൽ പ്രത്യേക വിശേഷാൽ പൂജകളുണ്ട്, അന്നദാനമടക്കമുള്ള ചടങ്ങുകളുണ്ട്. ഭക്തർ കൂടുതലായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പാളയത്ത് നിന്നും നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്.